ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഈദ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു അറ്റ് ടൈമിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് മാംഗോ ആയതുകൊണ്ട് നമ്മൾ മാംഗോ വെച്ചിട്ടുള്ള 2 പുഡിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഈസി റെസിപ്പിയാണ് കേട്ടോ, നോ ബേക്കിംഗ് ആണ്. നമ്മൾ ബേക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. പ്രത്യേകിച്ചും നമുക്ക് ഈദ് ദിവസങ്ങളിൽ നമുക്ക് തിരക്കുള്ള ടൈം ആയിരിക്കുമല്ലോ അല്ലേ, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അതേപോലെയുള്ള ഒരു റെസിപ്പിയാണ്. ഗസ്റ്റിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതിനെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഒന്ന് പുഡിങ്ങും ഒന്ന് ഒരു ചീസ് കേക്കും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മാംഗോനെ ഒന്ന് നന്നായിട്ടൊന്ന് പൾപ്പാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. നല്ല പഴുത്ത മാംഗോ വേണം എടുക്കാനായിട്ട്. മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പഴുത്ത് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പ്യൂരി ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കണം. 2 റെസിപ്പിക്ക് നമുക്ക് പ്യൂരി ആവശ്യമാണ്. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക, അതിലേക്ക് പ്യൂരി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 1 കപ്പ് പ്യൂരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അരക്കപ്പല്ല കേട്ടോ, നമ്മൾ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് കലക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പ്യൂരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി അതും മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മൾ 2 ബാറ്ററാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ അരികു വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നല്ല ഫ്രഷ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പുഡിംഗ് ട്രേയിലാണോ വെക്കുന്നത് അത്രയും ബ്രെഡ് എടുക്കുക. ഞാനിവിടെ ഈ ഒരു ട്രേയിലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ സെറ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. ആദ്യം ബ്രെഡാണ് നമ്മൾ നിരത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബാറ്ററാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ബാറ്റർ ഒഴിക്കുക കേട്ടോ. ഫുള്ളായിട്ട് 2 ബാറ്ററും ഒഴിച്ചു കൊടുക്കരുത്. നമ്മളൊരു സെക്കൻഡ് ലെയറും കൂടി വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി കൂടി മാറ്റി വെക്കുക. പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം മാങ്ങ ചെറുതായിട്ട് കട്ടാക്കിയത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇതിങ്ങനെ പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ഈ ഒരു സെക്കൻഡ് ലെയറും കൂടി വെച്ച് വീണ്ടും ഇതേപോലെ ഒന്ന് ആവർത്തിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിനെന്ത് ചെയ്യുക, ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. കട്ടാക്കിയിട്ട് ഇങ്ങനെ വരില്ല. ചെറിയ പുഡിങ് കണ്ടിട്ടില്ല നമ്മളിങ്ങനെ സ്മൂത്തി ആയിട്ട് ഇങ്ങനെ പോരുന്നത്. അങ്ങനെയല്ല, നമ്മൾ എടുക്കുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട്, പക്ഷേ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, മാംഗോ സീസണിലാണ് കേട്ടോ കൂടുതൽ ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണിപ്പോൾ മാങ്ങ കൂടുതലായിട്ടും കിട്ടുന്ന കാലമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നമുക്ക് വേണ്ടി റെഡിയാക്കുന്നത്. അതുപോലെ നമുക്ക് കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ബേക്ക് ചെയ്യാത്ത, തീ കത്തിക്കാത്ത ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് അറേബ്യൻ പുഡിംഗ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി വെക്കാട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പോലും പെട്ടെന്ന് ഇഷ്ടാവും. അത്രയ്ക്കും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മളൊരു ചീസ് കേക്കാണ്, മാംഗോ ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അരോറൂട്ട് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം കേട്ടോ. അതിലേക്ക് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നനവ് നന്നായിട്ട് പിടിക്കും. ഇത് നമുക്ക് ഈ ട്രേയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അതൊന്ന് അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ലെയർ കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കും, വിട്ടുപോരില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുക. നെക്സ്റ്റ് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് വിപ്പിംഗ് ക്രീം, 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിനെന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ക്രീം ചീസ്, അത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്രീം ചീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. അപ്പോൾ അതിലേക്ക് കുറച്ച് മാംഗോ പ്യൂരിയും കൂടി, കുറച്ചധികം മാംഗോ പ്യൂരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള ആ ഒരു കേക്ക് ബേസിലേക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബാറ്ററൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പുഡിങ്ങിൻ്റെ, അതിലേക്ക് എന്ത് ചെയ്തു, 2 ബാറ്ററും കൂടി ഒരുമിച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനത് ഇതിലില്ലാത്തൊരു സംഭവമാണ്, പക്ഷേ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മാംഗോ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് കറക്റ്റാക്കി, ഒന്ന് ബേസൊക്കെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മളിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ മാംഗോനെ നന്നായിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഒന്ന് അരിഞ്ഞതിന് ശേഷം ഒരു പൂ പോലെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു. ഇതിൻ്റെ മേലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഭംഗിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.